നീ എവിടേക്ക്? സ്റ്റേഷനിലേക്ക്. അവിടെ എന്താ? കംപ്ലൈന്റ് കൊടുക്കാൻ. ഇങ്ങനെ ഇടിച്ചേറി വന്നിട്ടാണോ ഇതൊക്കെ നടത്തേണ്ടത്? ശശിയേട്ടാ വീട്ടിൽ കയറി വന്ന അലമാര കുത്തി തുറന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ പറഞ്ഞാൽ ഓക്കെ. ഇത് സമാധാനം കിട്ടാനുള്ള പൂജ നടത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെ കേസ് കൊടുക്കും? നീ കമ്മിറ്റിക്കാരോടുള്ള പ്രശ്നം നിന്റെ വഴിക്ക് തീർത്തോ? ഇവിടുത്തെ കാര്യം പുറത്തറിയോ എന്നോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതെന്താ? എടാ, അവരെ കണ്ടുപോയത് വെളിച്ചപ്പാടല്ലേ? അതായത് ഇവിടുത്തെ ഭഗവതിക്കാണോ ഇവിടുത്തെ കാര്യം അറിയാത്തത്? അതല്ല. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ സുധീർ ശരിക്കും ഭഗവതി മേത്ത് കയറിയിട്ട് തന്നെയാണോ തുള്ളണേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ദേഹത്ത് കയറി കാണും. ഞാനും നിങ്ങളെ പോലെ തുളുന്നല്ലേ കാണുന്നുള്ളൂ. കുഴപ്പമാവോ? കുഴപ്പമാവോന്ന് ചോദിച്ചാ തുള്ളിയത് ഭഗവതിയാണോ സുധീറാണോ എന്നറിയാതെ നമ്മളിപ്പോ എന്താ പറയാ? തുള്ളിയത് ഞാൻ തന്നെയാ. ആ, അപ്പൊ തന്റെ ദേഹത്ത് ഭഗവതി കയറാറില്ലേ? കേറാറൊക്കെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും കയറൊക്കെ ചെയ്യും. ഇതിനൊരു നേരവും കാലവും സമയമൊക്കെ ഇല്ലേ? ഇതൊരു ആവാഹനാണ്. അല്ലാതെ നിങ്ങളിട്ട് വിളിക്കുമ്പോൾ ഒന്ന് തുള്ളിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ താളത്തിന് ഈ തുള്ളാൻ നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ താൻ എവിടെ പ്രത്യേകിച്ച് വല്ലതും കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? ഒരേപോലത്തെ 2 പേര്, ഒന്ന് മുകളിലത്തെ മുറിയിലും ഒന്ന് താഴെ മുറ്റത്തും. ഒന്നോട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഭരതൻ നായർക്ക് ഒരു ജാരസന്നതി ഉണ്ട്. എടോ, അപ്പൊ താനത് അവിടെ വെച്ച് പറയായിരുന്നേ? അതെ, സത്യം പറഞ്ഞാൽ ഒരേപോലത്തെ 2 പേരെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. പിന്നെ നമ്മുടെ ഈ ഉടായ്പെങ്ങാനും ഭഗവതി മനസ്സിലാക്കിയിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ടതാണോന്നും വിചാരിച്ചു. പിന്നെ എങ്ങനെയൊക്കെ അവിടെ കഴിച്ചോട്ടിന്ന് പോകുന്നു. അത് സാറില്ല. താവാ. ഞാനോ? അല്ല, എല്ലാരും വാ. നമുക്ക് ഇപ്പൊ തന്നെ പോയി അവനെ കൈയോടെ വെക്കാം. അല്ല സുഭാഷ്, ഞാൻ ഈ വേഷം കെട്ടോണ്ട് ഒരു കുടുംബ കലക്കാൻ വരാന്ന് അമ്മ അറിഞ്ഞ അമ്മയുടെ ഒരു കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. വന്നേ. കണ്ടെടുത്തോ?